എല്ലാ കൂട്ടുകാർക്കും സ്മാർട്ട് ക്ലാസ് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 നടക്കാൻ പോകുന്ന PSC എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള റിവിഷൻ ടെസ്റ്റാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മളുടെ 18ാമത്തെ ക്ലാസ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 21. ഒരു പ്രദേശത്ത് ഹ്രസ്വ കാലയളവിൽ അനുഭവപ്പെടുന്ന അന്തരീക്ഷത്തിന്റെ അവസ്ഥയ്ക്ക് പറയുന്ന പേര്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ദിനാന്തരീക്ഷ സ്ഥിതി. ക്വസ്റ്റ്യൻ നമ്പർ 22. പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന മഹാജനപദങ്ങളിൽ ഏറ്റവും ശക്തമായത് ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, മഗധ. മഗധ സാമ്രാജ്യം നിലനിന്നിരുന്ന പ്രദേശമാണ് ബീഹാറിലെ പാട്ന. മഗധ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു രാജഗൃഹം. പിൽക്കാല തലസ്ഥാനമായിരുന്നു പാടലീപുത്രം. അതേപോലെ മഗധ സാമ്രാജ്യം സ്ഥാപിച്ചത് ബൃഹദ്രഥ രാജവംശമായിരുന്നു. മഗധ സാമ്രാജ്യം ഭരിച്ച ആദ്യ രാജവംശമായിരുന്നു ഹര്യങ്ക രാജവംശം. അതേപോലെ മഗധ സാമ്രാജ്യത്തിലെ ശക്തനായ ഭരണാധികാരിയായിരുന്നു ബിംബിസാരൻ. അഥർവവേദത്തിൽ പരാമർശിക്കുന്ന ജനപദമാണ് മഗധ. ഗാന്ധാരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നത്തെ വടക്കേ പാകിസ്ഥാനിലും കിഴക്കേ അഫ്ഗാനിസ്ഥാനിലുമായി കിടക്കുന്ന പുരാതന മഹാജനപദങ്ങളിൽ ഒന്നായിരുന്നു ഗാന്ധാരം. പോട്ടഹാർ പീഠഭൂമിയിൽ കാബൂർ നദിക്കരയിലാണ് ഗാന്ധാരം സ്ഥിതി ചെയ്തിരുന്നത്. ഗാന്ധാരത്തിലെ പ്രധാന നഗരങ്ങളായിരുന്നു പുരുഷപുരം, അതായത് ഇന്നത്തെ പെഷവാർ എന്ന് പറയുന്ന സ്ഥലവും അതേപോലെ തക്ഷശില. BC 1-ാം നൂറ്റാണ്ട് മുതൽ 5-ാം നൂറ്റാണ്ട് വരെ ബുദ്ധമതക്കാരായ കുശാനരുടെ കീഴിലായിരുന്നു. അതിനുശേഷം 11-ാം നൂറ്റാണ്ടിൽ BC 1021 മഹമൂദ് ഗസ്നി ഗാന്ധാരം കീഴടക്കി. ദക്ഷിണ കോസലം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ക്വസ്റ്റ്യൻ നമ്പർ 23. കോമൺവെൽത്ത് ഗെയിംസിൽ ബോക്സിംഗിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, മേരി കോം. ക്വസ്റ്റ്യൻ നമ്പർ 24. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, രസബാരോമീറ്റർ. അപ്പോൾ അനിമോമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? കാറ്റിന്റെ സ്പീഡും ഡയറക്ഷനും അറിയാൻ വേണ്ടിയിട്ട്, അതായത് കാറ്റിന്റെ സ്പീഡും ദിശയും അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് അനിമോമീറ്റർ. വിൻഡ് വെയിൻ കാറ്റിന്റെ ദിശ അറിയാൻ ഉപയോഗിക്കുന്നു. ഊഷ്മാവ് അളക്കുന്ന ഉപകരണമാണ് തെർമോമീറ്റർ. ക്വസ്റ്റ്യൻ നമ്പർ 25. ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ജൊനാഥൻ ഡങ്കൻ. ക്വസ്റ്റ്യൻ നമ്പർ 26. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ദാദാഭായ് നവറോജി. ക്വസ്റ്റ്യൻ നമ്പർ 27. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, നിസ്സഹകരണ പ്രസ്ഥാനം. ക്വസ്റ്റ്യൻ നമ്പർ 28. രാഷ്ട്രത്തിന്റെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യലാണ് എന്നത് ആരുടെ വാക്കുകളാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ജെർമി ബെന്താം. ക്വസ്റ്റ്യൻ നമ്പർ 29. ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി ഏത് മേഖലയിലെ ഏജൻസിയാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ഭൗതിക ശാസ്ത്രം. ക്വസ്റ്റ്യൻ നമ്പർ 30. ആകാശത്തിൽ ഉയർന്നു നിൽക്കുന്ന ചാരനിറത്തിലുള്ള കൂനകൾ പോലുള്ള മേഘങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ക്യുമുലസ് മേഘങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 31. കുതിരകളെ ഉപയോഗിച്ചുള്ള തപാൽ സമ്പ്രദായമായ കൊറിയർ നടപ്പിലാക്കിയ ഭരണാധികാരി ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ചെങ്കിസ് ഖാൻ. ക്വസ്റ്റ്യൻ നമ്പർ 32. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജയ് മഞ്ജരേക്കറുടെ ആത്മകഥ ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഇംപെർഫെക്ട്സ്. ക്വസ്റ്റ്യൻ നമ്പർ 33. റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്ന അന്തരീക്ഷ ഭാഗം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, അയണോസ്ഫിയർ. ക്വസ്റ്റ്യൻ നമ്പർ 34. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഹിമാദ്രി. ഹിമാദ്രി, ഹിമാചൽ,
സിവാലിക് എന്നാണ് ഉത്തരപർവ്വത മേഖലയെ മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 35. ഒരു സമ്പദ് വ്യവസ്ഥയുടെ പ്രവർത്തനത്തിലുള്ള സർക്കാർ നിയന്ത്രണങ്ങളും ഇടപെടലുകളും പരിമിതപ്പെടുത്തലാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ഉദാരവൽക്കരണം. ക്വസ്റ്റ്യൻ നമ്പർ 36. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന വിളയിനം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, പരുത്തി. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ചണമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 37. ഇടിമിന്നലോടുകൂടി സാധാരണയായി ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴയുടെ പേര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഉച്ചലിത വൃഷ്ടി. ക്വസ്റ്റ്യൻ നമ്പർ 38. 19-ാം നൂറ്റാണ്ടിൽ മിശ്രഭോജനം, മിശ്രവിവാഹം, വിധവ പുനർവിവാഹം എന്നീ പുരോഗതിക്കായി നിലകൊണ്ട പരിഷ്കരണ പ്രസ്ഥാനം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, പ്രാർത്ഥനാ സമാജം. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചതാരാണ്? ആത്മാറാം പാണ്ഡുരംഗ്. ക്വസ്റ്റ്യൻ നമ്പർ 39. യൂറോപ്യൻ വൻകരയിലെ ഏതു കാലാവസ്ഥയിലാണ് പൈൻ, ഫിർ തുടങ്ങിയ വൃക്ഷങ്ങൾ വളരുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ടൈഗ. ക്വസ്റ്റ്യൻ നമ്പർ 40. ദീൻ ദയാൽ തുറമുഖം എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, കണ്ട്ല. ഇന്ത്യയിലെ വേലിയേറ്റ തുറമുഖമാണ് കണ്ട്ല. ക്വസ്റ്റ്യൻ നമ്പർ 41. ഇന്ത്യയുടെ ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? കറക്റ്റ് ആൻസർ ഇതിനകത്തില്ല. നമ്മുടെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. 50-ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. ക്വസ്റ്റ്യൻ നമ്പർ 42. ഇന്ത്യയിലെ നിലവിലുള്ള സോളിസിറ്റർ ജനറൽ ആരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, തുഷാർ മേത്ത. ക്വസ്റ്റ്യൻ നമ്പർ 43. സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വിദ്യാഭ്യാസ പദ്ധതി ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, രാധാകൃഷ്ണൻ കമ്മീഷൻ. എന്നാണ് രാധാകൃഷ്ണൻ കമ്മീഷൻ നിലവിൽ വന്നത്? 1948-ലാണ്. മുതലിയാർ കമ്മീഷൻ വന്നത് 1952-ലും കോത്താരി കമ്മീഷൻ വന്നത് 1964-ലുമാണ്. രാംകോ ഓർത്ത് വെച്ചാൽ മതി. രാംകോ, രാധാകൃഷ്ണ കമ്മീഷൻ, മുതലിയാർ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 44. കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരി ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, വേലുത്തമ്പിദളവ. എന്നാണ് 1809 ജനുവരി 11-നാണ് കുണ്ടറ വിളംബരം നടന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 45. വരിക വരിക സഹചരേ എന്നത് ആരുടെ വരികളാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, അംശി നാരായണ പിള്ള. ക്വസ്റ്റ്യൻ നമ്പർ 46. റോറിംഗ് ഫോർട്ടീസ് എന്നറിയപ്പെടുന്ന കാറ്റുകൾ ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, പശ്ചിമവാതങ്ങൾ. എന്താണ് പശ്ചിമവാതങ്ങൾ? ഭൂമധ്യരേഖയ്ക്ക് ഇരുവശവും 30 ഡിഗ്രി അക്ഷാംശങ്ങളിൽ നിന്നും 60 ഡിഗ്രി അക്ഷാംശങ്ങളിലേക്ക് വീശുന്ന സ്ഥിരവാതങ്ങളാണ് പശ്ചിമവാതങ്ങൾ. പശ്ചിമ ദിശയിൽ നിന്നും വീശുന്നതായതുകൊണ്ട് തന്നെ ഇതിനെ എന്ത് പറയുന്നു? പശ്ചിമവാതങ്ങൾ എന്ന് പറയുന്നു. ദക്ഷിണാർദ്ധഗോളത്തിൽ വീശുന്ന പശ്ചിമവാതങ്ങളെ അലറുന്ന 40കൾ അല്ലെങ്കിൽ റോറിംഗ് ഫോർട്ടീസ്, കഠോരമായ 50കൾ അല്ലെങ്കിൽ ഫ്യൂരിയസ് 50s, അലമുറയിടുന്ന 60കൾ അല്ലെങ്കിൽ സ്ക്രീമിംഗ് 60s എന്നിങ്ങനെ വിളിക്കുന്നു. കാലികവാതങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാലികമായ സവിശേഷതകളാൽ ഉണ്ടാകുന്ന കാറ്റുകളെയാണ് കാലികവാതങ്ങൾ എന്ന് പറയുന്നത്. ഇതിന് മികച്ച ഉദാഹരണങ്ങളാണ് മൺസൂൺ കാറ്റുകൾ, കരക്കാറ്റ്, കടൽക്കാറ്റ്, പർവ്വതക്കാറ്റ്, താഴ്വരക്കാറ്റ്. അപ്പോൾ മൺസൂൺ കാറ്റുകൾ, കരക്കാറ്റ്, കടൽക്കാറ്റ്, പർവ്വതക്കാറ്റ്, താഴ്വരക്കാറ്റ് ഇതെല്ലാം കാലികവാതങ്ങൾക്ക് ഉദാഹരണമാണ്. വാണിജ്യവാതങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഉഷ്ണമേഖലാ പ്രദേശം ഭൗമോപരിതലത്തിൽ കിഴക്കുനിന്നും വീശി ഒരു നിശ്ചിത പാതയിലൂടെ സഞ്ചരിക്കുന്ന കാറ്റുകളാണ് വാണിജ്യവാതങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 47. ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ ഏതു പേരിൽ അറിയപ്പെടുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, സാങ്പോ. മാനസ്, തീസ്റ്റ, സുബൻസിരി ഇതെല്ലാം ബ്രഹ്മപുത്രയുടെ പോഷക നദികളാണ്.
അപ്പോൾ ബ്രഹ്മപുത്ര നദി പല സ്ഥലങ്ങളിൽ പല പേരിൽ അറിയപ്പെടുന്നു. കഴിഞ്ഞ ദിവസം ഒരു ക്വസ്റ്റ്യനിൽ ചേരുംപടി ചേർക്കുന്ന രീതിയിൽ കണ്ടിരുന്ന ഒരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നു. അതായത് ഓരോ സ്ഥലങ്ങളിലും ബ്രഹ്മപുത്ര നദി അറിയപ്പെടുന്ന പേരെന്തൊക്കെയാണെന്ന്. ടിബറ്റ്, ആസാം, അരുണാചൽ പ്രദേശ്, ബംഗ്ലാദേശ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ബ്രഹ്മപുത്ര നദി പല പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. അത് ഏതൊക്കെയാണ്? ടിബറ്റിൽ സാങ്പോ എന്നും, ആസാമിൽ ഡിബാങ് എന്നും, അരുണാചൽ പ്രദേശിൽ ദിബാങ് എന്നും, ബംഗ്ലാദേശിൽ ജമുന എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. നമ്മളിത് ഓരോന്നോരോന്ന് പഠിച്ചു വെച്ചാലും എല്ലാം കൂടെ ഒരുമിച്ച് കാണുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ വരും ഏതിൻ്റെയാണെന്ന്. അപ്പോൾ ടിബറ്റിൽ സാങ്പോ എന്ന് പറയും, ആസാമിൽ ഡിബാങ്, അരുണാചൽ പ്രദേശിൽ ദിബാങ്. അത് തമ്മിലൊരു കൺഫ്യൂഷൻ വരും അല്ലേ? ആസാമിൽ ഡിബാങ്, അരുണാചൽ പ്രദേശിൽ ദിബാങ്. അന്നേരം നമുക്ക് ഇങ്ങനെ ഓർത്ത് വെക്കാം. ആസാം ഡിബാങ് അന്നേരം ആടി, അരുണാചൽ പ്രദേശ് ദിബാങ് അന്നേരം അതി. അതി ആടി എന്ന് ഓർത്ത് വെച്ചാൽ അത് തമ്മിൽ നമുക്ക് തിരിഞ്ഞു പോകത്തില്ല. അതി ആടി. അന്നേരം ആസാമിൽ ഡിബാങ് എന്നും അരുണാചൽ പ്രദേശിൽ ദിബാങ് എന്നുമാണ് ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത്. അതേപോലെ ബംഗ്ലാദേശിൽ ജമുന എന്ന പേരിലും അറിയപ്പെടുന്നു. മറന്നുപോലെ അതി ആടി. ക്വസ്റ്റ്യൻ നമ്പർ 48. അമേരിക്കൻ കമ്പനിയായ വാൾമാർട്ട് ഇന്ത്യയിലെ ഏത് കമ്പനിയെയാണ് ഏറ്റെടുത്തത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഫ്ലിപ്കാർട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 49. മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ പ്രതിഭാസങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ മേഖല ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ട്രോപ്പോസ്ഫിയർ. ഓസോൺ പാളി കാണപ്പെടുന്ന മേഖല ഏതാണ്? അത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 50. മലയാളം ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, സംക്ഷേപ വേദാർത്ഥം. അപ്പോൾ മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമാണ് സംക്ഷേപ വേദാർത്ഥം. എങ്കിൽ മലയാള ഭാഷ അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥം ഏതാണ്? അത് ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? ഹോർത്തൂസ് മലബാറിക്കസ്. മലയാള ഭാഷ അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ക്വസ്റ്റ്യൻ നമ്പർ 51. ഇന്ത്യയിലെ ഉപദ്വീപീയൻ നദികളിൽ ഏറ്റവും വലുത് ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഗോദാവരി. ക്വസ്റ്റ്യൻ നമ്പർ 52. ഇന്ത്യക്കകത്തും പുറത്തും കലകളുടെ പ്രചാരണത്തിനായി രൂപം കൊണ്ട സ്ഥാപനം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ലളിതകലാ അക്കാദമി. ക്വസ്റ്റ്യൻ നമ്പർ 53. മതേതര വിദ്യാഭ്യാസം ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുമെന്ന കാഴ്ചപ്പാടോടെ അലിഗഡിൽ രൂപം കൊണ്ട വിദ്യാഭ്യാസ കേന്ദ്രം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ജാമിയ മിലിയ ഇസ്ലാമിയ. ഇന്ത്യയിലെ ന്യൂഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കേന്ദ്ര സർവകലാശാലയാണ് ജാമിയ മിലിയ ഇസ്ലാമിയ. 1920 ഇത് സ്ഥാപിച്ചത്. ഇതിന്റെ ചാൻസലർ ആണ് മുഹമ്മദ് അഹമ്മദ് സാക്ക. ഈ സർവകലാശാലയ്ക്ക് കീഴിൽ വേറെ എവിടെയും കലാലയങ്ങളൊന്നും നിലവിലില്ല. ക്വസ്റ്റ്യൻ നമ്പർ 54. സിയാൽ എന്നറിയപ്പെടുന്ന വിമാനത്താവളം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. മറ്റെന്ത് പ്രത്യേകതയാണുള്ളത്? ഏഷ്യയിലെ തന്നെ സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ക്വസ്റ്റ്യൻ നമ്പർ 55. സേവാ സദൻ ആരുടെ കൃതിയാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, പ്രേംചന്ദ്. ക്വസ്റ്റ്യൻ നമ്പർ 56. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ജനീവ. ക്വസ്റ്റ്യൻ നമ്പർ 57. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ബാലഗംഗാധര തിലക്. ക്വസ്റ്റ്യൻ നമ്പർ 58. കാർഷിക ഉൽപാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതിയുടെ പേര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ഹരിത വിപ്ലവം. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ. ധവള വിപ്ലവം പാലുൽപാദനവുമായി ബന്ധപ്പെട്ട വിപ്ലവമാണ്. ധവള വിപ്ലവത്തിന്റെ പിതാവാണ് വർഗീസ് കുര്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 59. ലക്ഷദ്വീപ് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ദ്വീപ് ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ആന്ത്രോത്ത്. ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപാണ് ആന്ത്രോത്ത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ജനസംഖ്യ കാണാൻ സാധ്യതയുള്ളത് എവിടെ തന്നെയാണ്? ആന്ത്രോത്തിൽ തന്നെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 60. ഇന്ത്യൻ റിസർവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ ഗവർണറുടെ പേര്?
കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ശക്തികാന്ത ദാസ്. ഇന്ത്യൻ റിസർവ് ബാങ്കിന്റെ 25ാമത്തെ ഗവർണറാണ് ശക്തികാന്ത ദാസ്. ക്വസ്റ്റ്യൻ നമ്പർ 61. സംവാദ് കൗമുദി എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് രാജാറാം മോഹൻ റോയ്. ക്വസ്റ്റ്യൻ നമ്പർ 62. എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് വയനാട്. ക്വസ്റ്റ്യൻ നമ്പർ 63. ലോകത്തിലെ ഏറ്റവും വലിയ വൻകര ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഏഷ്യ. ക്വസ്റ്റ്യൻ നമ്പർ 64. തന്നിട്ടുള്ള ഉപഗ്രഹങ്ങളിൽ സൗരസ്ഥിത ഉപഗ്രഹം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ലാൻഡ്സാറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 65. സാമൂഹ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് അഗസ്റ്റ് കോംതെ. ക്വസ്റ്റ്യൻ നമ്പർ 66. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം കൊണ്ട സ്ഥാപനം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ലോക്പാൽ. ഇന്ത്യയുടെ ആദ്യത്തെ ലോക്പാൽ ആരായിരുന്നു? ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷ് ആയിരുന്നു. നിലവിൽ നമ്മുടെ ഇന്ത്യയിലെ ഇപ്പോഴത്തെ ലോക്പാൽ ആണ് ജസ്റ്റിസ് പ്രദീപ് കുമാർ മൊഹന്തി. ക്വസ്റ്റ്യൻ നമ്പർ 67. രാഷ്ട്രം ചരിത്ര സൃഷ്ടി എന്ന് പ്രതിപാദിക്കുന്ന സിദ്ധാന്തം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് പരിണാമ സിദ്ധാന്തം. ക്വസ്റ്റ്യൻ നമ്പർ 68. ദേശീയ സമരകാലത്ത് ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകനായി കണക്കാക്കിയിരുന്ന വ്യക്തി ആരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ചാൾസ് മെറ്റ്കാഫ്. ക്വസ്റ്റ്യൻ നമ്പർ 69. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ ഇരുന്ന മലയാളി ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ചേറ്റൂർ ശങ്കരൻ നായർ. 1896 അമരാവതി സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു ചേറ്റൂർ ശങ്കരൻ നായർ. ക്വസ്റ്റ്യൻ നമ്പർ 70. സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന നിലയിൽ കുമാര ഗുരുദേവൻ നേതൃത്വം നൽകിയ പ്രസ്ഥാനം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, അല്ലെങ്കിൽ PRDS എന്ന് പറയും. ക്വസ്റ്റ്യൻ നമ്പർ 71. പിക്ക് ഔട്ട് ദ സിനോണിയം ഓഫ് ദി വേർഡ് ഡിപ്പോസിറ്ററി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ട്രസ്റ്റി. ക്വസ്റ്റ്യൻ നമ്പർ 72. The fifth chapter comprises the dash 3 sections. Correct answer option C ആണ് no preposition. Question number 73. Antonym of abortive is. Correct answer option A ആണ് successful. Question number 74. The one word for a person who doubts in religious practices. Correct answer option B ആണ് theist. Question number 75. The idiom bury the hatchet means. Correct answer option C ആണ് stop enmity. Question number 76. Victor seldom visits his uncle dash at proper tag question. The correct answer option D ആണ് does he. Question number 77. Khalil Gibran is one of the greatest poets of the world. Pick out the comparative degree of the sentence. Correct answer option A ആണ്. Khalil Gibran is greater than many other poets of the world. Question number 78. The passive form of I keep my books here is. Correct answer option D ആണ് my books are kept here. Question number 79. Pick out the correctly spelled word. Correct answer option A ആണ് constellation. Question number 80. We need 2 more players to dash the team. Supply suitable phrasal verb. Correct answer option B ആണ് make up. Question number 81. Spot the error part in the sentence. The principal was pleased that the students do not violate the rules of the college. Correct answer option C ആണ് C, അതായത് do not violate. Question number 82. What will you do dash now and 5 o'clock? Correct answer option D between. Question number 83. Many a Michael dash a Makal. Supply correct tense form. Correct answer option C ആണ് make. Question number 84. The idiom lingua franca means. Correct answer option A ആണ് common language. Question number 85. The indirect form of the sentence I came here yesterday to get the work started, said Naveen is.
correct answer option B ആണ്. Navin said that he had come there the day before to get the work started. Question number 86. I drink tea. The sentence is correct answer option A ആണ് affirmative. Question number 87. Pick out the compound word. Correct answer option C ആണ് birthday. Question number 88. If he had won the race, he dashed the champion. Correct answer option D ആണ് would have been. Question number 89. I went there yesterday. The sentence is the answer to the question. Correct answer option D ആണ് when did you go there. Question number 90. Dash of ladies. Pick out the suitable collective noun. Correct answer option B ആണ് ബെവി. Question number 91. ശരിയായ പദമേത്? Correct answer option B ആണ് അമാത്യൻ. Question number 92. വാക്യം ശുദ്ധീകരിക്കുക. The correct answer option D ആണ് ദുരാരാധ്യരായവർ കപടരും കഠിന ഹൃദയരും പെട്ടെന്ന് ക്രുദ്ധരാകുന്നവരുമാണ്. Question number 93. നീലോൽപല മിഴിമാർ എന്ന പദത്തിന്റെ ശരിയായ വിവക്ഷ എന്ത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് നീലോൽപലത്തിനു സമമായ മിഴികളോട് കൂടിയ സ്ത്രീകൾ. ക്വസ്റ്റ്യൻ നമ്പർ 94. നദി എന്ന പദത്തിന്റെ പര്യായമല്ലാത്തത് ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് സരസ്. ക്വസ്റ്റ്യൻ നമ്പർ 95. അചഞ്ചലം എന്ന പദത്തിന്റെ ശരിയായ വിപരീത പദം തിരഞ്ഞെടുക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ചഞ്ചലം. ക്വസ്റ്റ്യൻ നമ്പർ 96. മണ്ണിനടിയിൽ പൊന്നമ്മ ഈ കടങ്കഥ ലക്ഷ്യമാക്കുന്നത് എന്തിനെയാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി മഞ്ഞൾ. ക്വസ്റ്റ്യൻ നമ്പർ 97. പിരിച്ചെഴുതുക. പ്രതിദിനം അനുപമ മാമി ആരാധികയുടെ പ്രേമോപഹാരം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് പ്രതി അധികം ദിനം അധികം അനുപമം അധികം ആം അധികം ഈ അധികം ആരാധികയുടെ അധികം പ്രേമ അധികം ഉപഹാരം. പ്രതിദിനം അനുപമ മാമി ആരാധികയുടെ പ്രേമോപഹാരം. ക്വസ്റ്റ്യൻ നമ്പർ 98. കളേബരം എന്ന പദത്തിനു സമാനമായ ശബ്ദം എഴുതുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ശരീരം. ക്വസ്റ്റ്യൻ നമ്പർ 99. അഭിനേതാവ് എന്ന പദത്തിന്റെ സ്ത്രീലിംഗ പദം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് അഭിനേത്രി. ക്വസ്റ്റ്യൻ നമ്പർ 100. മേക്ക് ഹേ വെൻ ദ സൺ ഷൈൻസ് എന്ന പഴഞ്ചൊല്ലിന് ഏറ്റവും മികച്ച തർജ്ജമ തിരഞ്ഞെടുക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് വെയിലുള്ളപ്പോൾ വൈക്കോൽ അല്ലെങ്കിൽ കച്ചി ഉണക്കുക. വെയിലുള്ളപ്പോൾ വൈക്കോൽ അല്ലെങ്കിൽ കച്ചി ഉണക്കുക. അതായത് വൈക്കോലിൻ്റെ മറ്റൊരു പേരാണ് കച്ചി എന്ന് പറയുന്നത്. പല നാട്ടിൽ പല പേരുകളാണ് പറയുന്നത്. വൈക്കോൽ എന്ന് പറയും ചില സ്ഥലങ്ങളിൽ കച്ചി എന്ന് പറയും. താങ്ക് യു.